കോഴിക്കോട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു തരാൻ ഇതാ മേഘമാധവൻ കൂടി ചേരുന്നുണ്ട്. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ മേയർ സ്ഥാനാർത്ഥിയെ വരെ കൊണ്ടുവരുമ്പോൾ VM വിനുവിനെ മേയറാക്കണമെന്ന ഒരു വിഭാഗം പറയുന്നു. പക്ഷേ DCC അതിനെ വലിയ രീതിയിൽ എതിർക്കുന്നു. പല ആളുകളും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയി വിബന്ധ സ്ഥാനാർത്ഥികളാകാൻ റിബലായി മത്സരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു. അത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള പരിപാടികളിലൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടതാണ്. കാരശ്ശേരി പഞ്ചായത്തിൽ നിന്ന് ലീഗ് നേതാവിന് അടികിട്ടിയ സാഹചര്യം വരെ ഉണ്ടായി. അവിടെ കോൺഗ്രസ് സീറ്റ് ലീഗിന് നൽകുകയും പക്ഷേ കോൺഗ്രസ്സുകാരെ തന്നെ മത്സരിപ്പിക്കാൻ പോകുന്ന ഒരു തീരുമാനം, അത് ലീഗിൽ ഒരു വിഭാഗം അതിനെ അനുകൂലിക്കുന്നു, ഒരു വിഭാഗം അതിനെ പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ അതൊരു അടിയിലേക്ക് കലാശിച്ചു. ലീഗ് നേതാവിന് കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഓരോ പഞ്ചായത്ത് തലത്തിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വരികയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കോഴിക്കോട്ടെ ഒരു പൊതുചിത്രം? വിനിഷ, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ഇന്ന് കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ UDFിലെ വലിയ പ്രശ്നങ്ങൾ UDFിന് തലവേദനയാകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ LDF സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പന്തീരങ്കാവിൽ നിന്ന് ഷാരുദിയാണ് മത്സരിക്കുന്നത്. ഷാരുദി ഇപ്പോൾ വോട്ട് തേടാൻ വേണ്ടി പ്രചാരണ തിരക്കിലാണ്. അതെ, ഷാരുദിക്കൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. വോട്ട് തേടാൻ വേണ്ടി രാവിലെ 7 മണിക്ക് തന്നെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഷാരുദിയുടെ നാട് തന്നെയാണ്. ഷാരുദിക്ക് ഇത് പുതിയ ഇടമല്ല. നമുക്ക് കൈരളി പ്രേക്ഷകർക്കുൾപ്പെടെ ഷാരുദിയെ പരിചയമുണ്ടാകും. കാരണം ഒരു കാലത്ത് കോവിഡ് വന്ന് വലിയ തരത്തിൽ ജനം ബുദ്ധിമുട്ടുന്ന സമയത്ത് റേഷൻ കടക്കാരന് കോവിഡ് വരുന്നു. അങ്ങനെ റേഷൻ കടയിൽ ജോലിക്ക് ആളുകളില്ല, ആളുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഷാരുദി ആ ദൗത്യം ഏറ്റെടുക്കുന്നു. അന്ന് നമ്മളാണ് ഈ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെ ഷാരുദി ഈ ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു. നിരവധി ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിക്കൊണ്ട് ഒളവണ്ണ പഞ്ചായത്തിലെ ഭരണത്തിൽ ഷാരുദി ശ്രദ്ധേയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പന്തീരങ്കാവ് ഡിവിഷനിലേക്ക് ഷാരുദി ഇപ്പോൾ സ്ഥാനാർത്ഥിയായി LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാമെന്ന് തോന്നുന്നു. വിനിഷ, ഈ വീട്ടിലെത്തിയ ആളുകളോട് സംസാരിക്കുകയാണ്. ഒളവണ്ണ പഞ്ചായത്തിലേക്ക് ഷാരുദിയുടെ നേതൃത്വത്തിലുള്ള ടീമിന് കൊണ്ടുവരാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു സന്തോഷത്തിൽ തന്നെയാകും ഷാരുദിയുള്ളത്. എനിക്ക് തോന്നുന്നു വീട്ടുകാരോട് വോട്ട് അഭ്യർത്ഥിച്ചതിന് ശേഷം ഷാരുദിയോട് തന്നെ ചോദിച്ചറിയാം. കാരണം ഇത്തവണ മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കാണ്. പന്തീരങ്കാവ് ഡിവിഷനിൽ നിന്നാണ് ഷാരുദി ജനവിധി തേടുന്നത്. ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കിട്ടിയ ആളുകളിൽ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജം ഉൾക്കൊണ്ട് തന്നെയായിരിക്കണം പന്തീരങ്കാവിൽ ഷാരുദിയെ CPIM മത്സരിപ്പിക്കുന്നത്. ഷാരുദിയോട് സംസാരിക്കുമോ മേഘ? ഓക്കെ വിനിഷ, വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടി നമ്മളത് കണ്ടതാണ്. ഏതായാലും വീണ്ടും 2ാം തവണ ഷാരുദി മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. ആദ്യം തന്നെ ആശംസകൾ. മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. എങ്ങനെയാണ് പ്രചാരണം, ഏത് ഘട്ടത്തിലെത്തി? പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവരെയും നേരിട്ട് കാണണം എന്നുണ്ട്. പക്ഷേ ഒരുപാട് പരിമിതികളുണ്ട്, വലിയ ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 2ാം തവണയാണ് മത്സരത്തിൽ. വലിയൊരു ആത്മവിശ്വാസം ഷാരുദിക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, അത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അതുൾപ്പെടെ വലിയ ആത്മവിശ്വാസം നൽകുന്നില്ലേ? തീർച്ചയായും. അതിലുപരിയായി നമ്മൾ LDFിൻ്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് നമ്മുടെ വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. കാരണം പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്താണെങ്കിലും കോഴിക്കോട് ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്കാണെങ്കിലും ഒക്കെ LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി
ഭരണസമിതികളാണ് നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വികസന തുടർച്ച നമ്മളിലൂടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വലിയ ആത്മവിശ്വാസം. ഇപ്പോൾ എത്ര ദിവസമായി നമ്മൾ പ്രചാരണം, അതായത് കഴിഞ്ഞ ദിവസമാണ് LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്, ഇന്ന് കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുന്നു. എത്ര ദിവസമായി നമ്മളെ പ്രഖ്യാപനത്തിന് ശേഷമാണ് നമ്മൾ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം 2 ദിവസം. അതായത് ശാരദയ്ക്കൊപ്പം 2 സ്ഥാനാർത്ഥികൾ കൂടെ ഉണ്ട് അല്ലേ? അതായത് ശാരദയുടെ വാർഡിൽ നിന്ന് വീണ്ടും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി. എങ്ങനെയാണ് അവരെ കൂടി പരിചയപ്പെടുത്താം പ്രേക്ഷകർക്ക് വേണ്ടി? ഇത് സുധീഷ്, ഞങ്ങൾ സ്നേഹത്തോടെ മുത്തു എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഇരിങ്ങല്ലൂർ അമ്മത്തൂർ പ്രദേശത്തുള്ള ആളുകളൊക്കെ മുത്തു എന്നാണ് വിളിക്കുന്നത്. ബാലസംഘം SFI DYFIയിലൊക്കെ സജീവ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇവിടുത്തുകാർക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ആളുകൂടിയാണ്. ഇപ്പോൾ മുത്തുവേട്ടനാണ് 1-ാം വാർഡ് ഇരിങ്ങല്ലൂരിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ സലൂജ നമ്മുടെ പാർട്ടി അംഗമാണ്. വളരെ നല്ല രീതിയിൽ മഹിളാ പ്രവർത്തനമൊക്കെ നടത്തി വരികയാണ്. അവരാണ് നമ്മുടെ ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ മത്സരിക്കുന്നത്. കുടുംബശ്രീ രംഗത്ത് കൂടി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് നമ്മൾ നേരത്തെ ഒരു അറിയിപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും വളരെ സുപരിചിതരായിട്ടുള്ള 2 പേര് തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. ഞാനിങ്ങനെ ലൈവിനിടയിൽ പ്രേക്ഷകരോട് പറയായിരുന്നു, ഞാൻ ആദ്യം ശാരദയെ കാണുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. അതായത് ഒരു കോവിഡ് കാലത്ത് റേഷൻ കടക്കാരന് കോവിഡ് വരുന്നു, ഒരു നാടിൻ്റെ ഭക്ഷണം എത്തിക്കാനുള്ള ഒരു സംവിധാനം മുഴുവൻ താറുമാറാകുന്നു. അവിടെ ശാരദി റേഷൻ കടയിൽ ജോലി ഏറ്റെടുക്കുന്നു. കൈരളിയായിരുന്നു ആദ്യം ആ വാർത്ത കൊണ്ടുവന്നത്. അവിടെ നിന്ന് ഇവിടം വരെ എത്തിയല്ലേ? എങ്ങനെയാണ്? അവിടെ നിന്നാണ് തുടക്കം സത്യം പറഞ്ഞാൽ. അതിനുശേഷവും മേഘേശ് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് എത്തിയ സമയത്തും ബൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം വളരെ യാദൃശ്ചികമായിട്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥിയാവുന്ന സമയത്തും ഇങ്ങനെ ഒരുമിച്ച് കൈരളോടൊപ്പം ചേരാൻ വേണ്ടി പറ്റിയത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതെ, രാവിലെ 7 മണിക്ക് ഒരുപാട് സഖാക്കൾ ഇതാ ശാരദീൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതും വലിയ ആത്മവിശ്വാസം. തീർച്ചയായിട്ടും ഇത് നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് രവിയേട്ടൻ. നമ്മുടെ പന്തിരങ്കാവ് ഡിവിഷൻ്റെ സെക്രട്ടറി കൂടിയാണ്. എങ്ങനെയാണ് ശാരദയെക്കുറിച്ച് കൂടി ഒന്ന്, എങ്ങനെയാണ് ശാരദയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ആ പ്രവർത്തനം ഉൾപ്പെടെ മുതൽക്കൂട്ടാവുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിലാണെങ്കിൽ നല്ല തോതിൽ മതിപ്പും വലിയ തോതിൽ പിന്തുണയും നൽകുന്ന രീതിയിലേക്കാണ് വന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഏതായാലും വിനിഷ, വലിയ ആത്മവിശ്വാസമാണ് ഇവർ പങ്കുവെക്കുന്നത്. ശാരദി പറഞ്ഞ പോലെ തന്നെ LDF സർക്കാരിൻ്റെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നു. അതിനൊപ്പം തന്നെ ശാരദിക്ക് പറയാൻ ഈ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി കഴിഞ്ഞ വർഷക്കാലത്തെ പ്രവർത്തന പരിചയം. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിൻ്റെ ചിറകിലേറിക്കൊണ്ട് തന്നെയാണ് ശാരദി പ്രചാരണ രംഗത്ത് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. ഓക്കെ, ശരി മേഘ, നടക്കട്ടെ. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമായി തന്നെ നടക്കട്ടെ, ഉഷാറാകട്ടെ കാര്യങ്ങൾ.